2000 ഭവനങ്ങൾ വയ്ക്കുവാൻ 20 കോടി പോരാ. ഏകദേശം 80 കോടി രൂപയുടെ ആവശ്യമുണ്ട്. CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനം പൂർത്തീകരിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ABNBയിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ആ DPC വെച്ച് കഴിഞ്ഞാൽ DPC അംഗീകാരം സ്വാഭാവികമായിട്ടും തരണം. അഥവാ DPC അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാരിലേക്ക് പോകേണ്ടി വരും. കയറി കിടക്കാനുള്ള ഇടം എന്ന് അവരുടെ ഒരു സ്വപ്നമാണല്ലോ. ആ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി അവർ തയ്യാറായി ഇങ്ങനെ പണം അവർ കയ്യിൽ നിന്ന് പോലും പണം മുടക്കി വസ്തു വാങ്ങിച്ചിട്ടില്ല. അതിൽ വസ്തു ആ വീട് വെച്ച് കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്രയും കാലം നമുക്ക് സാധിക്കാത്തത് ഇപ്പോൾ ഈ ഭരണസമിതിക്ക് സാധിക്കുന്നതിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അത് അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ പരസ്യമായിട്ട് എതിർക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വികസന പ്രവർത്തനം എന്നത് 1 അല്ലെങ്കിൽ 50 വാർഡിൽ ഒതുങ്ങുന്നതല്ല. 101 വാർഡുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു നഗരസഭയ്ക്ക് ഉള്ളിലുള്ള 2000 പേർക്ക്, അതായത് സ്വന്തമായി വീടില്ലാത്ത 2000 പേർക്ക് വീടുകൾ വച്ചു നൽകും എന്ന്. അതായത് കേന്ദ്ര പദ്ധതിയായ PMBY ഭവന പദ്ധതിയുടെ കുടക്കീഴിലാണ് ഇത്തരത്തിൽ 2000 പേർക്ക് വീടുകൾ വച്ച് നൽകുക. ഈ വീടുകൾ വെച്ച് നൽകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ആവശ്യമുണ്ടോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ കരമന അജിത്. പ്രധാനമന്ത്രി ആവാസ് യോജന ആണ് നമ്മുടെ കഴിഞ്ഞ കാലാംശങ്ങളിലൊക്കെ ലൈഫ് പദ്ധതി മുഖാന്തരം വസ്തു വാങ്ങി കിട്ടിയവർക്ക് വീട് വയ്ക്കുവാൻ വേണ്ടി 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് കൊടുത്തു വരുന്നത്. അതിൽ നമ്മുടെ നഗരസഭയുടെ ഭാഗത്ത് 2 ലക്ഷവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ 50,000-വും ബാക്കി 1.5 ലക്ഷം രൂപ കേന്ദ്രത്തിൻ്റെയും പണമായിട്ടാണ് നമ്മൾ അത് ഗുണഭോക്താക്കൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 കൊല്ലം കൊണ്ട് അറിയാമല്ലോ, ലോക ഭവനങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വയം ഏറ്റെടുത്തു. നമ്മുടെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഈ 2000 ഭവനങ്ങൾക്ക് ഭവനം വെച്ച് കൊടുക്കുവാൻ വേണ്ടി 20 കോടി രൂപ, 21 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുന്ന കലാംശങ്ങൾ ഇപ്പോൾ 2000 ഭവനങ്ങൾ വയ്ക്കുവാൻ 20 കോടി പോരാ. ഏകദേശം 80 കോടി രൂപയുടെ ആവശ്യമുണ്ട്. CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനം പൂർത്തീകരിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണഭോക്താക്കളുടെ ഒരു സംഗമം ഇന്നലെ പുത്തിരിക്കണ്ട നയനാർ പാർക്കിലുണ്ടായിരുന്നു. അവിടെ അവർക്ക് ഈ പെർമിറ്റ് വാങ്ങിച്ചവർക്ക്, പെർമിറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, ആൾക്കാർക്കൊക്കെ അവർക്ക് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ പണം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ പണം ഇപ്പോൾ 10-ാം തീയതി DPC ആണ്. DPCയുടെ അംഗീകാരമാണല്ലോ, അതിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ DPCയുടെ അംഗീകാരമാണല്ലോ. DPCയിൽ സബ്മിറ്റ് ചെയ്യും. ആ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ അംഗീകാരത്തോടു കൂടി ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതായത് ലൈഫ് പദ്ധതി മുഖാന്തരം ഇപ്പം ഗുണഭോക്താക്കൾ എന്നുള്ള നിലയിൽ സ്വന്തമായി വസ്തുക്കൾ ഉള്ളവരുണ്ട്. ഇപ്പോൾ ലൈഫ് പദ്ധതി പ്രകാരം നമ്മൾ വസ്തു വാങ്ങിച്ചവരുണ്ട്. അതായത് നഗരസഭയുടെ വസ്തു വാങ്ങിച്ചവരുണ്ട്. അവർക്ക് ആണ് നമ്മളിപ്പോൾ ഈ 2000 പേര്, 1855 പേര് എന്തുകൊണ്ടത് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ട്. അതിനുപരി കഴിഞ്ഞ കാലാംശങ്ങളിൽ വസ്തുക്കളുണ്ട്. അതായത് വസ്തുവുണ്ട്, 1, 2 സെൻറ്റ്, 3 സെൻറ്റ്, 5 സെൻറ്റ് വസ്തുവുണ്ട്. അത് പൊളിച്ചു മാറ്റിയതിന് ശേഷം പിന്നെ പുതിയ വീട് വയ്ക്കാൻ വേണ്ടിയും പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉണ്ട്. അത് കഴിഞ്ഞ കാലാംശങ്ങളിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിപ്പം എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ എടുത്തിട്ട് ലൈഫ് പദ്ധതി മുഖാന്തരം നഗരസഭ തന്നെ നമ്മൾ തന്നെ പണം കൊടുത്ത് വസ്തു വാങ്ങിയവർക്കാണ് ഭവനം വയ്ക്കുവാൻ വേണ്ടി ഉള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അത് ലൈഫിൽ അതുണ്ട്. അതിപ്പം ഇപ്പോഴും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടല്ലോ. അതായത് വസ്തു വാങ്ങൽ പദ്ധതി ജനറലുണ്ട്, പട്ടികജാതിയുണ്ട്. ആ തരത്തിലുള്ള ആൾക്കാർക്ക് പിന്നെ അതിൻ്റെ ഇപ്പം അറിയാമല്ലോ, ഇപ്പം ഇലക്ഷൻ
പ്രഖ്യാപിക്കാൻ പോകുന്നു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമൊക്കെ വരാൻ പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ പറ്റത്തില്ല. ഇപ്പം ജൂൺ ഇലക്ഷൻ കഴിഞ്ഞോടെ തന്നെ ജനകീയ ആസൂത്രണത്തിൻ്റെ ഫോം വിതരണം ചെയ്യും. അത് വസ്തു വാങ്ങിക്കുവാൻ വേണ്ടി 5.25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ആ 5.25 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചവരാണ് ഇവരൊക്കെ. വാങ്ങിച്ചിട്ട് വർഷങ്ങളായി, കഴിഞ്ഞ 2 വർഷം കൊണ്ട് വസ്തു വാങ്ങിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവർക്കാണ് നമ്മളിപ്പോൾ അത് കൊടുക്കുന്നത്. ഇപ്പോൾ അത് വസ്തു വാങ്ങിക്കാൻ വേണ്ടി 5.25 ലക്ഷം രൂപ കൊടുക്കുന്നത് ലൈഫ് പദ്ധതി മുഖാന്തരം കൊടുക്കുന്നത്. അതിപ്പോൾ പ്രോജക്റ്റ് ഇപ്പം വച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റിൽ നമുക്ക് വസ്തു വാങ്ങിക്കുവാൻ വേണ്ടി ഏർപ്പാട് ചെയ്യും. 5.25 ലക്ഷം രൂപ കൊടുക്കും. അത് ജൂൺ മാസമാകുമ്പോൾ ഫോം ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്കത് വാങ്ങിക്കാം. ലൈഫ് ലിസ്റ്റിലുള്ളവർക്ക് വസ്തു വാങ്ങിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എത്ര രൂപയുടെ വീട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്? എത്ര രൂപയുടെ വീടാണ് ഒരു വീടിന്? അത് 650 സ്ക്വയർ ഫീറ്റിനകത്ത് ആയിരിക്കണം. അതിന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പിന്നെ അവർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ ഇതിനകത്ത് മാത്രമേ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ആ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള പിന്നെ അവർക്ക് TC മറ്റുള്ള കാര്യങ്ങളും അവസാനത്തെ ഗഡുകൾ കിട്ടുന്നതും അവിടെ നിന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ മറ്റെന്തെങ്കിലും അനുമതിയോ പെർമിഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതിപ്പം നമ്മൾ ബഡ്ജറ്റിൽ ഇത് വച്ചിട്ടുണ്ട്. PMBY എന്നാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഇനിയിപ്പം DPCയുടെ അംഗീകാരത്തിന് വേണ്ടി പോകണം. DPCയുടെ അംഗീകാരം വേണം. DPCയുടെ 10-ാം തീയതി DPC കൂടുന്നുണ്ട്. ആ DPC കൂടിക്കഴിഞ്ഞാൽ അതിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുന്ന സമയം മേയറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയിൽ ഞാനും ആ DPC യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളാണ്. നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ അവിടെ വയ്ക്കും. അവരുടെ അംഗീകാരത്തിൽ അതിലൊരു പ്രോജക്റ്റാണ് BNBY. അത് നമ്മൾ തീർച്ചയായിട്ടും ആ DPC വെച്ച് കഴിഞ്ഞാൽ DPC അംഗീകാരം സ്വാഭാവികമായിട്ടും തരണം. അഥവാ DPC അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാരിലേക്ക് പോകേണ്ടി വരും. സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നു എന്ന് അവർക്കും ബോധ്യമാവണമല്ലോ. അതിപ്പം DPC യോഗത്തിൽ നമ്മളത് വിവരിച്ചതിന് ശേഷം അവരത് അംഗീകാരം തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യമല്ല അങ്ങനെ ഒരു തള്ളുവാൻ എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ചുമതല നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അത് നമ്മൾ ചെയ്യും. പല കേന്ദ്ര പദ്ധതികളും സംസ്ഥാനത്ത് നടപ്പിലാക്കാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ ഒരു DPC യോഗത്തിലടക്കം അംഗീകാരം കിട്ടിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സമീപിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ആ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ്. അതപ്പോഴാണ് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമ്മൾ എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണ്. അത് പിന്നോട്ട് പോകുന്ന പരമാണ്. പാവപ്പെട്ടവർ 5.25 ലക്ഷം രൂപ മുടക്കി 5.25 ലക്ഷം രൂപ നമ്മൾ കൊടുത്ത പണവും അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ പരിധിയിലാണ് ഈ വസ്തു വാങ്ങിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ 5.25 ലക്ഷം രൂപ തികയുമോ? തികയില്ല. അപ്പോഴവർ കടമൊക്കെ വാങ്ങിച്ച് ഒരു 10-12 ലക്ഷം രൂപയ്ക്കാണ് ആ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. കടം വാങ്ങിച്ചത് കയറി കിടക്കാനുള്ള ഇടം അവരുടെ ഒരു സ്വപ്നമാണല്ലോ. ആ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി അവർ തയ്യാറായി ഇങ്ങനെ പണം അവർ കയ്യിൽ നിന്ന് പോലും പണം മുടക്കി വസ്തു വാങ്ങിച്ചിട്ടില്ല. അതിൽ വസ്തു ആ വീട് വെച്ച് കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ സധൈര്യം നമ്മുടെ മേയർ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ഭരണസമിതി തയ്യാറായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കുന്ന പരിപാടിയില്ല നമ്മൾ. കാരണം ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ദീപക് പറഞ്ഞത് എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. വസ്തു വാങ്ങിച്ചവർക്കെല്ലാം വീട് വയ്ക്കുവാൻ വേണ്ടി പിന്നെ സർക്കാർ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. 2 ഭാഗത്തും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രാവർത്തികത്തിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഭരണസമിതിയുടെ വിശ്വാസം. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇത് നടപ്പിലാക്കാതിരിക്കാം എന്നുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അവരുടെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ്. ഇതിങ്ങനെ ഇത്രയും കാലം നമുക്ക് സാധിക്കാത്തത് ഇപ്പോൾ ഈ ഭരണസമിതിക്ക് സാധിക്കുന്നതിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അത് അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ പരസ്യമായിട്ട് എതിർക്കാൻ പറ്റില്ല. പരസ്യമായിട്ട് എതിർക്കുന്നതിന് തുല്യമാണ്. ഇന്നലെ അവർ ഗുണഭോക്താ സംഗമം നടത്തിയ സമയത്ത് UDF-ൻ്റെയോ അല്ലെങ്കിൽ LDF-ൻ്റെയോ ഒരാൾ പോലും അവിടെ പങ്കെടുക്കാൻ നമ്മൾ ക്ഷണിച്ചതാണ്. അവർ പങ്കെടുത്തിട്ടില്ല. പക്ഷേ പലയിടത്തും പോകണ്ടെന്ന് വരെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷെ പലയിടത്തും പോകണ്ട എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. എന്നിരുന്നാലും ജനം ഒറ്റക്കെട്ടായി
പുതിയ ഭരണസമിതിയുടെ കീഴിലുണ്ട്. ഗുണഭോക്താക്കൾ ഒട്ടുമിക്ക 95% അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. 95% അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നവർക്കെല്ലാം അവർക്കത് വിശ്വാസമായി. ഞങ്ങൾക്ക് ഇനി ഒരു കൂര കെട്ടുവാൻ നമുക്ക് സാധിക്കും, അതിന് നമ്മുടെ ഭരണസമിതി, ഇപ്പോഴത്തെ ഭരണസമിതി നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് CPM-ന്റെയും കോൺഗ്രസിന്റെയും വാർഡിലുള്ള, അതായത് കൗൺസിൽ വാർഡിലുള്ള ആൾക്കാരും ഇതിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അയ്യോ, നമ്മൾ ഭരണസമിതി എന്ന് പറയുന്നത് 101 വാർഡും നമ്മുടെ മേയർ ആദ്യം എന്താ പറഞ്ഞത്? ഞങ്ങളുടെ വികസന പ്രവർത്തനം എന്നുള്ള 1 അല്ലെങ്കിൽ 50 വാർഡിൽ ഒതുങ്ങുന്നതല്ല. 101 വാർഡുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്നലെ വന്നത് ഇപ്പോൾ ഭീമാപ്പള്ളി ഭാഗത്ത് നിന്ന് ഒരുപാട് താത്തമാർ, ഉമ്മമാർ അവിടെ പങ്കെടുത്തിരുന്നു. ഇവരൊക്കെ കഴിഞ്ഞ 2 മാസം കൊണ്ട് മേയറിൻ്റെ ഓഫീസ് കയറി ഇറങ്ങുകയാണ്. ഞങ്ങൾ നമ്മളെ കയ്യിലിരുന്ന പൊന്ന് പണയം വെച്ചും പൊന്ന് വിറ്റും നിങ്ങൾ തന്ന 5.25 ലക്ഷം രൂപയ്ക്ക് ഉപരി നമ്മൾ വസ്തു വാങ്ങിക്കുവാൻ വേണ്ടി സ്വരൂപിച്ചു കൂട്ടിയാണ് വസ്തു വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് കയറി കിടക്കാൻ പറ്റുന്ന ഒരു കൂര നേരാനുള്ള പണം നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനവും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നടപ്പിലായില്ല. അതുകൊണ്ട് അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ഗുണഭോക്താക്കൾ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ അവർ ഇവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് നിറകണ്ണീരോടെയാണ് അവരത് വാങ്ങിച്ചത്. അവർക്ക് ആ സന്തോഷക്കണ്ണീർ എന്ന് പറയില്ലേ, അവർക്കത് കിട്ടാൻ പോകുന്നല്ലോ എന്നൊരു സന്തോഷം. തീർച്ചയായിട്ടും അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വാർഡുകളുടെ വിഭജനമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ നമ്മളതിൽ കാണിക്കില്ല. 101 വാർഡുകളെ ചേർത്ത് പിടിച്ചിട്ടുള്ള വികസന പ്രവർത്തനമായിരിക്കും ഈ ഭവന പദ്ധതി മാത്രമല്ല, സമഗ്രമായ സുസ്ഥിരമായ വികസന പ്രവർത്തനങ്ങളെല്ലാം 101 വാർഡുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആയിരിക്കും വികസനം നടത്തുന്നത്. എന്തായാലും നഗരസഭയ്ക്ക് ഉള്ളിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ പദ്ധതി ഇവിടെ എങ്ങനെയാണ് നഗരസഭ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അതേസമയം തന്നെ BJP ഭരണസമിതി പറയുന്നത് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കും, ഗുണഭോക്താക്കൾക്ക് ഈ വീടുകളെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.